ഹലോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞോടെ മലീഫാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഇന്ന് വെഡ്ഡിങ്ങും ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും വെഡ്ഡിങ് വ്ലോഗായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വ്ലോഗാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ അതിൻ്റെ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ എണീറ്റുള്ളൂ. വീട്ടിൽ വന്നാൽ പിന്നെ കുറച്ച് നേരം എന്തായാലും കിടന്ന് ഉറങ്ങുമല്ലോ. എന്നാലും വിചാരിച്ച അത്ര ഒന്നും ഉറങ്ങിയിട്ടില്ല. അതെപ്പോഴത്തേക്കും പോയാൽ തന്നെ ഉറക്കം വരുന്നില്ല. അപ്പോൾ ഓക്കെ. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉറക്കമൊക്കെ എവിടേക്കാണ് ഓടിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടുന്ന് വരുമ്പോൾ ഞാൻ ഒരുപാട് നേരം ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാവും വരിക. പക്ഷേ ഇവിടെ എത്തി മോർണിംഗ് ആയാൽ നേരത്തെ എണീക്കും. ഒരു 10 മണി വരെയെങ്കിലും കിടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷേ 8 മണിയാകുമ്പോഴത്തേനും നീക്കും. എന്തിന് 8 മണിയുടെ മുന്നേ നീച്ചിട്ടുണ്ട് ഇന്ന്. അങ്ങനെ എണീറ്റ പാട് ഇതേ ബ്രഷൊക്കെ ചെയ്യാണ്. ഇന്ന് നമ്മുടെ ബ്രഷ് ചെയ്യുന്ന സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ നില പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂമിനെല്ലാം വാതിലൊന്ന് വെക്കണം. കട്ടിൽ, ബെഡ് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. അപ്പോൾ പട സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിൽ ഒരു ബെഡ് ഇട്ടിട്ടാട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ബാത്റൂമിനായിരുന്നു ഇന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ. അതിന് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹോം ടൂർ ചെയ്യാം. ഇടയ്ക്ക് ഓണത്തിൻ്റെ വെക്കേഷനിൽ വീട്ടിലേക്ക് വരുമ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞു ഹോം ടൂറൊക്കെ ചെയ്യാം. എനിക്ക് ഇവരെ ഷർട്ട് 2 ആൾക്ക് ഇസ്തിരി കണ്ട് ഇസ്തിരിപ്പെട്ടി ഉണ്ട്. അറിയില്ലായിരുന്നു ഇസ്തിരിപ്പെട്ടിയും കരണ്ട് ഇവിടെ മോർണിംഗ് തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മച്ചിരി ചെടികളൊക്കെയാണ് ഇദ്ദേഹം കാണുന്നത്. പിന്നെ കല്യാണത്തിനുണ്ടായുള്ള എൻ്റെയും മക്കളും ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ട് പോണതിൻ്റെ മുന്നേ ആ പണികളെല്ലാം വേഗം തീർത്തു. ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇസ്തിരി ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം അടിച്ചു വാരി കൊടുത്തു. ഉമ്മച്ചി തുടച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി കൊടുത്തു. അത് കഴിഞ്ഞ് മക്കളെയും കുളിപ്പിച്ച് ഞാനും പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രഷ് ആയിട്ട്. ഇനി നമ്മൾ ഉമ്മമാക്ക് ഒരു പർദ്ദ എടുക്കണമായിരുന്നു. ആദ്യം അതിന് പോവാൻ റെഡി ആയതാട്ടോ. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു മേക്കപ്പ് പൗച്ച്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാട്ടോ. കൊപ്പത്തേക്കാണ് നമ്മൾ പോണത്. പിന്നെ എൻ്റെ അമ്മായി വരുന്നുണ്ട്. അപ്പം അമ്മായി കൊപ്പത്ത് ബസ് ഇറങ്ങിയാൽ അമ്മായിനെ പിക്ക് ചെയ്തിട്ട് ഇങ്ങ് പോരാം. അപ്പം അമ്മായി വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ഉമ്മച്ചിയും ഉമ്മമ്മയും പിന്നെ ഉപ്പയും പിന്നെ എൻ്റെ 2 മക്കളും എൻ്റെ ബ്രദറും കൂടിയായിട്ടായിരുന്നു ഒരു പർദ്ദ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ അനിയനക്ക് മദ്രസയ്ക്കുള്ളൊരു യൂണിഫോം ഉണ്ട്. കന്തൂറാണ് ആള് മദ്രസയ്ക്ക് ഇടല്. അപ്പോൾ അതൊന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം അത് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. പോണ വഴിക്ക് ഓണത്തിനുള്ള പൂക്കളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. 2-3 ഷോപ്പിൽ കയറിയിട്ടും നമുക്ക് പർദ്ദ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഈ ഒരു ഷോപ്പിൽ കയറി. സംഭവം ഒരു പർദ്ദ ഇഷ്ടമായി. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഇറക്കം കൂടുതലാണ്. അങ്ങനെ വേറെ ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ വലിയ സെലക്ഷനൊന്നും തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി. ഞാൻ അവരവിടെ നോക്കുമ്പോൾ ഞാനിവിടെ മിററിൽ വീഡിയോ എടുക്കുകയാണ്. പിന്നെ അമ്മായി ഇവിടെ എത്താറായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മായിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അമ്മായി വന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മമാക്ക് പറ്റുന്നതാവുമ്പോൾ അത് ഇറക്കുണ്ടാവൂല. ചില പർദ്ദ പിന്നെ ഉമ്മമാക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പർദ്ദ എടുക്കാതെ പോരെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മച്ചി ഇവിടെ നെയ്യ് ഉണ്ടാക്കാനുള്ള പാൽപ്പാടമൊക്കെ അങ്ങനെ എടുത്തു വെക്കായിരുന്നു. ഉമ്മച്ചി എപ്പോഴും വീട്ടിൽ നെയ്യ് ഉണ്ടാക്കല കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു ഗ്ലാസ് പോയി വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ഗ്ലാസ് പാലങ്ങ് കുടിച്ചു. പിന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടി ചേട്ടപ്പടേ എന്നുള്ള ഒരുക്കങ്ങളായിരുന്നു. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കല്യാണത്തിന് പോവുകയാണ്. ഈ സമയത്ത് ചെറുതായിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ബാങ്കിൾ? എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചായി പോകുന്നൊരു ബാങ്കിളാണ്. അങ്ങനെ അവിടെ എത്തിയ പാടിന് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രേപ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാനും എൻ്റെ മോനും കൂടി അങ്ങ് ഷെയർ ചെയ്ത് കുടിച്ചിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ആയിരുന്നു. നമ്മൾ പിന്നെ ചിക്കൻ്റെ ആളായതുകൊണ്ട് ബീഫിനെ തിരിഞ്ഞു നോക്കിയതേ ഇല്ല. ചിക്കനെടുത്ത് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി. അങ്ങനെ എല്ലാം കഴിക്കലതിന് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. ആ നിൽക്കുന്നത് തട്ടും നമ്മുടെ മണവാളൻ. പിന്നെ എൻ്റെ അനിയത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പട്ടിഷോകളായിരുന്നു. കാല് കാണിക്കുന്നു, വള കാണിക്കുന്നു, അങ്ങനെയൊക്കെ ചുമ്മാ വെറുതെ ഒരു രസം. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിരിക്കുമ്പോഴാണ് പുറകിൽ ഒരാൾ ഭയങ്കര
സന്തോഷത്തിലാണ് എൻ്റെ ഉമ്മച്ചി. പിന്നെ ദേ ചെക്കൻ്റെ ഗ്യാങ് വന്നു, അവർ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്, എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വെഡിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് പഴയ കുറേ മെമ്മറികൾ ഇങ്ങനെ ഓർമ്മയിൽ വരും. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നുന്നു, ഭയങ്കര കോമഡി ആയിട്ടും തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു 2:30 ആയപ്പോൾ നമ്മൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെയും ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു മാരേജ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ നിന്നും നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോകുന്നു. ഇവിടെയും ഗ്രേപ്സ് ആയിരുന്നു, അവിടെയും ഗ്രേപ്സ് ആയിരുന്നു. ആഹാ, മൊത്തം ഒരു ഗ്രേപ്സ് മയം. പിന്നെ നേരത്തെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് രണ്ടും ചെക്കൻ്റെ ബ്രദേഴ്സാണ്, ഒരു ബ്രദറും കൂടി ഉണ്ട്. നമ്മുടെ പുതുപ്പെണ്ണിൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു, ആൾക്ക് നല്ല മാച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ ചായ കുടിക്കാൻ പോയി. ബട്ടൂര, കുബൂസ്, ചിക്കൻ റോസ്റ്റ്, കോഫി അതൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പെണ്ണ് നന്നായിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ മണ്ഡപത്തിലേക്ക് എത്തി. അങ്ങനെ അവരവിടെ മണ്ഡപത്തിലാക്കി. ഞങ്ങൾ നേരെ ദീനി വീട്ടിലോട്ട് പോവാണ്. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ചെന്നിട്ടൊന്ന് ഫ്രഷ് ആവുക, ഒന്ന് കിടക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ മൈൻഡിൽ. വീട്ടിലെത്തിയ പാടന്നെ ഫേസ് വാഷ് ഇട്ട് മുഖം ആദ്യം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഹിമാലയയുടെ നെയിം ഫേസ് വാഷ് ആട്ടോ യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞൊരു കുളി, പിന്നെ ഉമ്മച്ചിയുടെ നെയ്റ്റിയും. ആഹാ, നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അതേ കുറച്ച് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ എനിക്ക് മെഹന്തി ഇടാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ വിളിച്ചിട്ട് ഞാനിതേ ഒരു കൈ നിറയെ മെഹന്തി ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആൾ നല്ല സൂപ്പറായിട്ട് ഇടും. എന്നാൽ ആൾ വർക്കിന് പോകത്തുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹാൻഡിലും കൂടി ഞാനങ്ങ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ആൾ പോയി. ഇനിയിപ്പോൾ ഇന്ന് ഫുഡൊന്നും വേണ്ട, വയറൊക്കെ ഫുള്ളാണ്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കിടക്കാൻ പോവാം. ഞങ്ങൾ മുകളിലത്തെ നിലയിലാണ് കിടക്കണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ കട്ടിലും ബെഡൊന്നും വാങ്ങിയിട്ടില്ല, പഴയൊരു ബെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ അനിയത്തിയും കൂടി ഇത് ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി കട്ടിലും ബെഡൊക്കെ വാങ്ങണം. ഞങ്ങൾ കുറച്ച് പണികളായിട്ട് ഇങ്ങനെ തീർത്ത് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ കല്യാണപ്പര നന്നായിട്ട് കാണാം. ഇന്ന് രാത്രി തന്നെയാണ് പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് ഇവിടുന്ന് അടുക്കള കണ്ടു പോകുന്ന ദിവസം. നാളെ ഇവിടുന്ന് അങ്ങോട്ടേക്കും പോകും. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. 2 കയ്യിലും മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് മെഹന്തി ഇടാൻ ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടതാണ്. ഇത് എൻ്റെ കളറിലാണ്. ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല. ഇതിവിടെ എടുത്ത് വീട്ടിലൊരു കൂട്ടി ഇട്ടുന്നത് കേട്ടോ. 2 കയ്യിലും ഇട്ടിട്ടുണ്ട്. മറ്റേ ഫോട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഡേ 3 ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരാം. ഞാൻ നാളെ ഇക്കാടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.